നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സർക്കാർ ജോലി. സർക്കാർ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി എന്നൊരു ചിന്ത തന്നെ ഏവർക്കും ഇടയിലുമുണ്ട്. കാരണം അത്രത്തോളം പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് സർക്കാർ ജോലി. വേറെ ജോലികളിൽ തോന്നുമ്പോൾ അത് ചിലപ്പം പിരിച്ചുവിടാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ സർക്കാർ ജോലി ഇന്നത്തെ കാലത്തും നല്ല എപ്പോഴും സർക്കാർ ജോലിക്ക് അത്രത്തോളം വിലയുണ്ടെന്ന് പഴമക്കാർ തന്നെ പറയുന്നില്ല. അവന് സർക്കാർ ജോലി ലഭിച്ചു, അവന് ഗവൺമെൻറ്റിൽ നിന്ന് ജോലി കിട്ടി, ഇനി അവന് പേടിക്കാനില്ല, അവൻ്റെ ലൈഫ് അത്രത്തോളം ഉറപ്പുള്ളതായി. അല്ലെങ്കിൽ അവനൊരു പെണ്ണ് കിട്ടാൻ പോലും സർക്കാർ ജോലിയുള്ള ആളുകൾക്ക് പാടില്ല. കാരണം അവൻ സർക്കാരിൽ നിന്ന് വേതനം വാങ്ങിക്കുന്നവനാണ് എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അപ്പോൾ എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് പലർക്കും സർക്കാർ ജോലി ലഭിക്കാതെയും വരുന്നുണ്ട്. അപ്പോൾ അത് ജാതകത്തിലുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ മുഖേന അല്ലാതെ അതിൻ്റെ ഓരോ ജോലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഖേനയും പലതരത്തിലും ജോലി ലഭിക്കാതെയും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് മാത്രമല്ല, പണ്ട് മുതൽ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ധാരാളമുണ്ട്. അത് സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഇന്നുമല്ല, എത്ര വർഷങ്ങൾ പിന്നിട്ടാലും സർക്കാർ ജോലി, അവന് സർക്കാരിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നു, സർക്കാരിൽ നിന്ന് വേതനം വാങ്ങിക്കുന്നു, അത്രത്തോളം ഒരു അഭിമാനകരമായ കാര്യമാണ്. അത് ജോലി ചെറുതോ വലുതോ എന്നല്ല, സർക്കാരിൽ നിന്നൊരു വരുമാനം നമ്മൾക്ക് അത്രത്തോളം ഒരു ഉറപ്പ് നൽകുന്നതാണ്. മാസാമാസം എല്ലാ മാസവും 30-ാം തീയതി അല്ലെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി അങ്ങനെ ഒരു കണക്ക് വന്ന് നമ്മൾക്കത് ശമ്പളം, നമുക്കൊരു സെക്യൂറായ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. വേറൊരു ജോലിക്കും അത്രത്തോളം ഒരു ഉറപ്പ് തരാൻ സാധിക്കില്ല. അത് അപ്പോൾ സർക്കാർ ജോലി അത്രത്തോളം മഹത്വത്തോടെയാണ് നമ്മുടെ നമ്മുടെ മുതിർന്നവർ പോലും നമ്മളോട് പറഞ്ഞു തന്ന് നമുക്ക് ആ ചെവിയിൽ തഴക്കവും പഴക്കവുമായ കാര്യമാണ്, സർക്കാർ ജോലി ഉണ്ടോ മോനെ, നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു തരുന്നത് കൊണ്ട് ഇന്നത്തെ തലമുറയ്ക്കല്ല, എത്ര തലമുറ പിന്നിട്ട് കഴിഞ്ഞാലും സർക്കാർ ജോലിയോട് ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ ഒരു ബഹുമാനവും അല്ലെങ്കിൽ ഇഷ്ടത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലിക്കുള്ള സാധ്യതകൾ ഏറെ ഉണ്ടെങ്കിൽ പോലും ലഭിക്കാതെ വരികയും, എന്നാൽ ചില നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലിക്കുള്ള സാധ്യതകളെ ജാതകത്തിൽ ഉണ്ടാവാറില്ല. അവർക്ക് അല്ലെങ്കിൽ വിദേശവാസമായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലികളായിരിക്കും. അപ്പോൾ സർക്കാർ ജോലിക്ക് അവർ ശ്രമിച്ചാൽ പോലും അവർക്ക് ലഭിക്കുകയുമില്ല. എത്രയൊക്കെ നിസ്സാരമാക്കി വിട്ടാലും ചില നക്ഷത്രക്കാർക്കാവട്ടെ, അവർ സർക്കാർ വിളിച്ച് ജോലി തരുമെന്ന് നമ്മൾ പറയാറില്ലേ, അവൻ വെറുതെ എനിക്ക് സർക്കാർ ജോലി വേണ്ട എന്ന് വിചാരിച്ചിരുന്നാൽ പോലും ഒരു 18 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 20 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ജാതകത്തിലുണ്ടോ അല്ലെങ്കിൽ ഈ നക്ഷത്രമാണോ, അവൻ അല്ലെങ്കിൽ അവൾക്ക് അത് സർക്കാർ ജോലി ലഭിക്കുക തന്നെ, സർക്കാരിൽ നിന്നുള്ള ധനം അത് അവന് അനുഭവിക്കാനുള്ള യോഗം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഇങ്ങനെ സർക്കാരിൽ നിന്ന് ജോലി ലഭിക്കുക അല്ലെങ്കിൽ സർക്കാർ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ട്. അപ്പോൾ വേദ ജ്യോതിഷ പ്രകാരം ചില നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമങ്ങൾ വിജയം കാണുന്നത് സർക്കാർ ജോലി വഴി തന്നെയാണ്. അവർ വേറെ എവിടെ പോയാലും, വേറെ ചില ആളുകളുണ്ട് ജോലി വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് സാലറി കിട്ടും, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ കിട്ടി നാട്ടിലേക്ക് വന്ന് ഗവൺമെൻറ് സർവീസിൽ കയറുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിതം തന്നെ മാറി മറിയും. അപ്പം പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും, ചില ആളുകൾ വിദേശത്ത് പോകാൻ പറ്റാതെ നാട്ടിൽ തന്നെ ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ജാതകത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ സമയത്ത് ജനിക്കുന്നവർക്ക് അത് ഇന്ന ജോലി ചെയ്യണമെന്ന് ദൈവം തലയിൽ എഴുതിയവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ പല വിധത്തിലോ അനുകൂല നേട്ടങ്ങളും, സർക്കാർ ജോലി ലഭിക്കാൻ ഭാഗ്യമുള്ള, മറ്റുള്ളവർക്ക് ഭാഗ്യമില്ലെന്നല്ല, ചില ഭാഗ്യം അല്പം കൂടുതലായിട്ടുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇങ്ങനെ സർക്കാരിൽ നിന്ന് സേവനം, സർക്കാരിൻ്റെ ധനം കിട്ടാൻ യോഗമുള്ള നക്ഷത്രക്കാരിൽ ആദ്യത്തെ ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ. വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രമാണ്. പുതിയ പുതിയ മാറ്റങ്ങളെ എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, ചില ആളുകൾക്കുണ്ട് അവർക്ക് മാറ്റങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. പക്ഷേ മകം ആളുകാർക്ക് അങ്ങനെയല്ല. എന്ത് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നാലും പെട്ടെന്ന് അതിനെ അവർ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ വഴി തന്നെ മുന്നോട്ട് പോകാനുള്ള, കാരണം ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണമെന്ന്, അങ്ങനെ ഉള്ള ഒരു രീതി പെട്ടെന്ന് ഏത് രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാർ. അപ്പോൾ നൂതനമായ പല ആശയങ്ങളും അവർക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന നക്ഷത്രമാണ്. അതായത്
പുതിയ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർ. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു ധാരണ ഉള്ള ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം. അതുകൊണ്ട് തന്നെ ധർമ്മ മേഖലയിലും കർമ്മത്തിലും വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവൃത്തി അപ്രകാരമായിരിക്കും. അപ്പോൾ ധർമ്മത്തിലും കർമ്മത്തിലും തങ്ങളുടെ കർമ്മം താങ്കൾക്ക് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന മേഖലയിൽ തങ്ങളുടെ 100% കൊടുത്ത് താങ്കൾക്ക് ജോലിയിൽ അതൊരു വിജയം കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ജോലി ചെയ്യുന്ന കൂട്ടരാണ്. തങ്ങളുടെ ആത്മാർത്ഥം, നമ്മൾ പറയുന്ന ആത്മാർത്ഥത, ഏത് ജോലിയിലും വളരെ ആത്മാർത്ഥത കാണിക്കുന്ന നക്ഷത്രമാണ് മകൻ നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും ജോലി കൃത്യസമയത്തിന് അത് തീർക്കാനും അതുവഴി ജീവിതത്തിൽ വിജയത്തിൽ എത്താനും മകൻ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. കാരണം ഏത് ജോലിയിലും ആത്മാർത്ഥത വേണം. അതായത് പണം എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന വർക്കിൽ അത്രത്തോളം പെർഫെക്ഷൻ വേണം എന്ന് ചിന്തിക്കുന്ന നക്ഷത്രക്കാരാണ് മകൻ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ മുന്നേറ്റം ലഭിക്കും. അഥവാ സർക്കാർ ധനം ലഭിക്കാനുള്ള വളരെയേറെ ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് മകം. സമർത്ഥരായതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവും മകം നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഭൂരിഭാഗം മകം നക്ഷത്രക്കാർക്കും സർക്കാർ വേതനം, സർക്കാർ സേവനം മുഖേന ഭാഗ്യം കണ്ടെത്താനും അല്ലെങ്കിൽ ജീവിതമാർഗമായി സർക്കാരിൻ്റെ സേവനത്തിലൂടെ മുന്നോട്ട് പോകാനും, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില ആളുകൾക്ക് പുറത്ത് വിദേശ പണം സമ്പാദിക്കാനായിരിക്കും ഭാഗ്യം. പക്ഷേ മകം നക്ഷത്രക്കാർക്ക് ഭൂരിഭാഗം ആളുകൾക്കും വിദേശ പണമല്ല, സർക്കാരിൽ നിന്നുള്ള പണം സേവിച്ച് അല്ലെങ്കിൽ സർക്കാരിനെ സേവിച്ച് അതുവഴി ജീവിതമാർഗം മുന്നോട്ട് കണ്ടെത്തി പോകാനുള്ള ഭാഗ്യമാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇനി അതിൽ അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാരാണ് ഇതുപോലെ തന്നെ സർക്കാർ ധനം കിട്ടാനുള്ള ഭാഗ്യം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇവരും സർക്കാർ ജോലി സ്വപ്നം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പൂരം നക്ഷത്രക്കാർക്ക് സർക്കാർ സേവനം ലഭിക്കാനും സർക്കാരിൽ നിന്ന് വേതനം നേടാനുമുള്ള ഭാഗ്യം യോഗം വളരെയേറെ ഉള്ളവരാണ്. സർവ്വകാര്യങ്ങളിൽ ഇവർ മുന്നിൽ തന്നെയായിരിക്കും. പൂരം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കണം, അതായത് കഴിവ് കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ. നൂതനമായ പല ആശയങ്ങളും ജോലിയിൽ നടപ്പാക്കുന്നതിനും അതിൽ വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നവരാണ്. അതായത് തങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെ ജോലി ചെയ്യുകയും അതിൽ മുന്നിലെത്താൻ സാധിക്കുകയും മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാകാൻ സാധിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ്. മറ്റുള്ളവർക്ക് കീഴിൽ ജോലി ചെയ്യുന്നതിന് ഇവർക്ക് താല്പര്യം എത്രത്തോളം താല്പര്യം കൊടുത്ത് ജോലി ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം താല്പര്യത്തോടു കൂടി ഏത് കാര്യം ചെയ്ത് തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര, അവർ ചെയ്ത ജോലി അത് അവൻ ചെയ്തതാണ് അല്ലെങ്കിൽ അവൾ ചെയ്തതാണ്, ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള ഒരു കഴിവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി ഇവർക്ക് വഹിക്കുന്ന ഏത് മേഖലയിലാണോ ഇവർ ഉദ്യോഗം ചെയ്യുന്നത്, ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ മുന്നോട്ട് എത്രത്തോളം തങ്ങളുടെ കഴിവ് വെച്ച് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയുള്ള നക്ഷത്രമാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇവർക്ക് സർക്കാർ ഉദ്യോഗത്തിലുള്ള ഭാഗ്യം വളരെ കൂടുതലാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ചെറിയ പരിശ്രമം പോലും ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന്, ജോലിയിൽ അനായാസത സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇവരിൽ നിന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർക്ക് അനായാസമായി മുന്നോട്ട് പോകാനും ജോലിയിൽ പല മാറ്റങ്ങളും സൃഷ്ടിച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടേതായ രീതിയിൽ, അതായത് നമ്മൾക്കൊരു ടാസ്ക് തരുവാണെങ്കിൽ നമ്മുടേതായ രീതിയിൽ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് കൂടി ഉത്തര നക്ഷത്രക്കാർക്കുണ്ട്. എല്ലാ ജോലികളും ഏറ്റെടുക്കുന്ന എന്ത് ജോലികളും തന്നെ മനസ്സോടും അർപ്പണബോധത്തോടുകൂടും ചെയ്ത് മുന്നോട്ട് വിജയത്തിൽ എത്താൻ കഴിയുന്ന ഒരു കഴിവുള്ള ഒരു ഭാഗ്യ നക്ഷത്രം കൂടിയാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രൊമോഷനും ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ മുന്നോട്ട് പ്രൊമോഷനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലുണ്ട്. അപ്പോൾ സർക്കാർ ജോലി കിട്ടുന്നതിന് ഭാഗ്യം കൂടുതലുള്ള നക്ഷത്രക്കാരിൽ ഒരാൾ കൂടിയാണ് ഉത്രം നക്ഷത്രക്കാർ. ഇനി അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാർക്കും വളരെയേറെ മാറ്റങ്ങൾ ഗവൺമെൻറ് ജോലിയുടെ, അതായത് സർക്കാർ സേവനത്തിലൂടെ വളരെയേറെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ മികച്ചതും ഉറപ്പുള്ളതുമായതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന ജോലിയിൽ അത്രത്തോളം ഉറപ്പ് ആ ജോലിയിലും മറ്റുള്ളവർക്ക് ദർശിക്കാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ, അതായത് മേലധികാരികളുടെ മുന്നിൽ നല്ലൊരു ഉദ്യോഗസ്ഥൻ എന്ന പേര് ഇവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ്. സർക്കാർ ജോലിയിൽ നിങ്ങൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെറിയൊരു പൊസിഷനിലാണെങ്കിൽ പോലും അവിടെ ഇരുന്ന് പ്രൊമോഷനോട് കൂടി ഒരു പിരിയുന്ന സമയത്ത്, അതായത് നമ്മൾ വിരമിക്കുന്ന സമയത്ത് തന്നെ നാടറിയുന്ന നല്ലൊരു പേരോടും പ്രശസ്തിയോടും നിങ്ങൾക്ക് വിരമിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ചോതി. അപ്പോൾ 27 നക്ഷത്രങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ
സർക്കാർ ജോലി ലഭിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് ഇവർ. ബാക്കിയുള്ളവർക്ക് ഭാഗ്യമില്ല എന്നല്ല, ഭാഗ്യം കൂടുതൽ, സർക്കാർ ജോലി ലഭിക്കാൻ കൂടുതൽ ചാൻസുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.